ഹായ്. അപ്പോൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നൊരു സംഭവമാണ് കേട്ടോ. കുക്കറിൽ എല്ലാം കൂടി ഒരു ഇറച്ചിച്ചോറ് അങ്ങോട്ട് ആക്കണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അതിനൊരു ദിവസം എത്തിക്കണത്. കാരണം പരീക്ഷിക്കാനാണെന്ന് വെച്ചാൽ ആരും ഇല്ലാത്തപ്പോൾ ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്ന് വീട്ടിൽ ആരും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എന്താക്കി കുറച്ച് മസാല അങ്ങോട്ട് ആക്കി കേട്ടോ. ചെറിയൊരു മസാല നമ്മൾ സാധാരണ തക്കാളി, ഉള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആക്കിയിട്ട് അങ്ങനെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടികളൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഒരു ചെറിയൊരു മസാല അങ്ങോട്ട് കുക്കറിൽ തന്നെ അങ്ങോട്ട് ആക്കി. പിന്നെ വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് അപ്പുറം നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതാ പിന്നെ നമ്മൾ സ്പെഷ്യൽ ഒരു മസാലക്കൂട്ടുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും ബിരിയാണി ആക്കുമ്പോൾ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ മേടിച്ചു കൊണ്ടുവന്ന് വെച്ചേക്കണതാണ് കേട്ടോ. അപ്പോൾ അവൾ തന്നതാണ്. അപ്പോൾ അതൊരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്തിരി ചിക്കൻ മസാലയും കൂടിയൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഇളക്കണം കേട്ടോ. എന്താവുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒരു ധാരണയില്ല കേട്ടോ. എന്താവുന്നോ അതാവും അത്ര തന്നെ. പിന്നെ എന്തായാലും ഞങ്ങൾ കഴിച്ച് തീർക്കും. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചേ ചിക്കൻ എടുത്തിട്ടുള്ളൂ കേട്ടോ, പേടിച്ചിട്ട്. ബാക്കി എടുത്ത് അങ്ങനെ തന്നെ വെച്ചേക്കാണ്. കാരണം ഇത് അഥവാ കയ്യിൽ നിന്ന് പോയാലും നമ്മൾ തന്നെ അടിക്കണമല്ലോ. അപ്പോൾ ഇത്തിരി നമ്മൾ ഇതിനുള്ള സത്യം പറഞ്ഞാൽ ഇതിനുള്ള തയ്യാറെടുപ്പുകളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് അതിനുള്ള ഐറ്റംസും നമ്മുടെ അടുത്ത് കുറവായിരുന്നു എന്ന് പറയണം കേട്ടോ. അപ്പോൾ തൈര് ഒഴിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ചെറുനാരങ്ങ ഉണ്ടായിട്ടില്ല. അപ്പോൾ തൈര് ഒഴിച്ചു. അങ്ങനെയൊക്കെ ഒഴിക്കാം അല്ലേ, സംഭവം ഒഴിക്കണതിന് പ്രശ്നമൊന്നുമില്ല. തൈര് എന്തായാലും ചിക്കനിൽ ഒഴിക്കുന്നുണ്ടല്ലോ. ഞാനങ്ങനെ ചിക്കൻ വറക്കാൻ സമയത്ത് ഞാൻ ലേശം തൈരൊക്കെ ഒഴിക്കലുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ മസാലപ്പൊടികൾ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇടണതൊന്നും എനിക്ക് എടുക്കാൻ പറ്റണില്ല. കാരണം പുള്ളി അങ്ങോട്ട് വേഗം ടപ്പേന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ, മല്ലിയും പുതിനയൊക്കെ. അപ്പോൾ അതൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ചിക്കൻ്റെ ലേശം വെള്ളം തിളച്ചിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ നമ്മളെ തിളച്ചിരിക്കണ വെള്ളം എടുത്തിട്ട് അരീൻ്റെ പാകത്തിന് വെള്ളം എടുത്തിട്ട് ഞങ്ങളങ്ങോട്ട് ഒഴിച്ചു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ സംഭവം ഞങ്ങൾക്ക് തന്നെ ഒരു ധാരണയില്ല. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ ഇടുമ്പോൾ അറിയുമ്പോൾ എന്നോട് പറയുന്നുണ്ട്, എടി ഇതിങ്ങനെയൊന്നും അല്ലടി ഇത്. അപ്പോൾ നമ്മളല്ലേ ഉള്ളൂ, നമുക്ക് കഴിക്കാനല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സാധനങ്ങളൊക്കെ കുറച്ച് കുറവായിരുന്നു, മുൻകൂട്ടിയൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഒപ്പിച്ചൊക്കെ ഇടുകയാണ് കേട്ടോ. പട്ടയൊക്കെ തീർന്നുപോയി. പിന്നെ ആർക്കേജ് എന്തായാലും ലേശമുണ്ട്. അപ്പോൾ അറിയോ പറയണം, ഇതിങ്ങനെ പച്ച ഇങ്ങനെ തന്നെ ഒഴിക്കുമോ? എന്തായാലും എന്താല്ലേ നമ്മളല്ലേ. അപ്പം എന്തായാലും ഇങ്ങനെയൊക്കെ ഒഴിച്ച് വെള്ളം ചിക്കനിൽ അങ്ങോട്ട് ഒഴിച്ചപ്പോഴേക്കും എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട്, അയ്യോ ഇത് കൂടുതലായാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണല്ലോ, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും ഒരു ഗ്ലാസ് അരിക്ക് ഒരു 1.5 ഗ്ലാസ് എന്നുള്ള രീതിയിൽ ഒരു ലേശം ആ ഒരു രീതിയിൽ ഞാൻ വെള്ളം എടുത്തു. കാരണം ചിക്കൻ്റെ എന്തായാലും വെള്ളം ഇറങ്ങുമല്ലോ. ഇങ്ങനെയൊക്കെ വെച്ച് നമ്മൾ ഉപ്പുമൊക്കെ പാകത്തിനൊക്കെ നോക്കി എന്തായാലും അടച്ച് പൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് അവയെ പറഞ്ഞു, ഞാൻ പോവണേ, ഇനി എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞു. എന്താവോ എങ്ങനെയാവുമെന്നൊന്നും ഒരു ഇതുമില്ല. അപ്പം അതിൻ്റെ ആ ഒരു ഇതൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും മൂടിയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒറ്റ വിസിൽ അത്രേ വേണ്ടു കേട്ടോ നമുക്ക്. പക്ഷെ ഞാൻ ദൈവത്തിനെയൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ട് മൂടിയിട്ടുണ്ട്. ഇനിയൊക്കെ കുക്കറിൻ്റെ പാടായല്ലേ. നമ്മളിതാ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. എന്നോട് അവയെ പറഞ്ഞാണ്, നീ കുക്കറിൻ്റെ അടുത്ത് മാറിയിരുന്നോ, ചിലപ്പോൾ പുതിനയും മറ്റേ മല്ലിച്ചപ്പെല്ലാം കയറിയിട്ട് നമ്മളെ ചിലപ്പോൾ കുക്കർ പൊട്ടിത്തിരിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഹാളിൽ പോയിരുന്നപ്പോൾ നല്ല സ്മെല്ലൊക്കെ ഇങ്ങോട്ട് അടിച്ചു കേട്ടോ. അപ്പോൾ വിസിൽ നമ്മളെ കുക്കറിൻ്റെ മൂടി അങ്ങോട്ട് തുറക്കാൻ പോയാണ്. ഇനി എന്തും വരട്ടെ, വെള്ളം കൂടിയാലും കുറഞ്ഞാലും. ഈ ഒരു പുക കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അടിക്ക് പിടിച്ച് നശിച്ചെന്ന്. വാവ്, സംഭവം ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും ആഗ്രഹിച്ചിട്ടുള്ളൂ, ഈ ഒരു കളറ് അതിങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതുമല്ല, നല്ല എന്തൊരു മണവും നല്ലൊരു ആ ഒരു രസം എന്തായാലും ഉണ്ട് കേട്ടോ. കാണാൻ നല്ല കാഴ്ചയൊക്കെ കണ്ട. വെള്ളമൊന്നും അങ്ങനെ ഒരുപാടൊന്നും ആയിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് എന്തോ ഒരു ഇതുണ്ടാവും, വെള്ളം ഒരുപാടെന്ന് പറയുമ്പോൾ സനി എന്തോ വെള്ളം ഇത്തിരി ഉണ്ടെന്ന്. ഇല്ല കേട്ടോ, നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ ഫസ്റ്റ് ഇതുപോലെ ഒരു ഇതുണ്ടാവില്ല. പിന്നെ ഒന്ന് ചൂടൊക്കെ ആറി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഡ്രൈ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വിജയിച്ചിട്ടുണ്ട് കേട്ടോ. വിജയിച്ചില്ലെങ്കിൽ ഞാനിന്ന് വീഡിയോ പോസ്റ്റും ഇല്ല. അപ്പോൾ വിജയിച്ചോണ്ട് മാത്രം ഞാനെടുത്ത് ഇട്ടതാണ് കേട്ടോ. നല്ല എന്താ പറയുക, നല്ല ആ ചോറ്, നമുക്ക് പീസൊന്നും ഇല്ലെങ്കിൽ ആ ചോറ് മാത്രം തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും സിമ്പിൾ പരിപാടിയുമാണ്. നമ്മൾ കുറച്ച് വട്ടും കറിലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അധികം എടുത്തിട്ടത്. ഇനി ഞാനിതാ എന്തായാലും സംഭവം വിജയിച്ചല്ല, ഇത്തിരി എടുത്ത് അങ്ങോട്ട് അടുപ്പിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു പഴമക്കാർ പറയുന്ന പോലെ ആദ്യം പുറത്ത് കളയണമെന്നല്ല എന്ത് കഴിക്കുമ്പോഴും അല്ലേ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി എണ്ണാക്കിലോട്ട് അങ്ങോട്ട് ഒഴിച്ച് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിപൊളി. എന്തായാലും നിങ്ങളെന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോട്ടെ. ആ സംഭവം പരീക്ഷിച്ചിട്ടുണ്ടാവും എല്ലാവരും. പക്ഷെ പരീക്ഷിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. വെറുതെ ആവില്ല, ടേസ്റ്റിന് ഒരു കുറവുമില്ല. ടേസ്റ്റ് നല്ല ഒരിത്തിരി മുന്നോട്ടുണ്ടെങ്കിലേ ഉള്ളൂ. നല്ല സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇതിനെ വെച്ചപ്പോൾ കുറച്ച് ഇറച്ചി അങ്ങോട്ട് കുറഞ്ഞു പോയി എന്നൊരു പ്രശ്നമുണ്ട്, വേറെ ഒന്നുമില്ല. കാരണം ശരിയാവേണമെങ്കിലേ നമ്മളെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ.
അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് പരീക്ഷിച്ചൊക്കെ നോക്കിക്കോ. ഇതുപോലെ ഞങ്ങളിത് പ്ലേറ്റിലോട്ടൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടാളേ ഉള്ളതുകൊണ്ട് ഞങ്ങൾ 2 പ്ലേറ്റിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി കഴിച്ചിട്ട് ഇത്തിരി തൈരും ഒക്കെ ഒഴിച്ചിട്ടുണ്ട്. തൈരിന് കക്കിരി ഉണ്ടായിട്ടില്ല, ഉള്ളിയൊക്കെ മുറിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവയപ്പോൾ ഇവിടെ നല്ല കഴിക്കൽ തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ ഞാനും കഴിക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് പരീക്ഷയൊക്കെ നോക്കിക്കോട്ടെ. സിമ്പിളായിട്ട് പരിപാടിയാണ്, പെട്ടെന്നാവും. അപ്പോൾ നമ്മൾ ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിൽ ഏറ്റവും വലിയ ഗുണത്തിൽ പെടും കേട്ടോ. കാരണം ഇത് അങ്ങനെയാണല്ലോ, നമുക്ക് അധികം വലിയ വാട്ടിലും പിടിക്കലും കരിക്കലും പൊരിക്കലും ഒന്നുമില്ല, സിമ്പിളാണ്. അപ്പോൾ ടേസ്റ്റും നല്ല അടിപൊളി ടേസ്റ്റാണ്, ആ ചിക്കൻ്റെ വെള്ളവും കാര്യമൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്ക്. അടുത്തൊരു വീഡിയോ കാണാം.